ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചിരട്ട വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്, ഇനി ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ഇതുപോലെ ചിരട്ട ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പം ഞാനിത് ചിരട്ട മുഴുവൻ അതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചിരട്ട ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കളറൊന്ന് മാറിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ ബ്ലാക്ക് കളർ മാർക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ചിരട്ടമ്മ നമുക്ക് കുറച്ച് കള്ളികൾ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വരകൾ വരച്ചിട്ട് കുറച്ച് കള്ളികൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചിരട്ട മുഴുവൻ ഞാനിതുപോലെ കള്ളികൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം പെയിൻറ്റ്. ഇനി ഇതുപോലെ നമുക്ക് ഓരോ കള്ളിയിൽ ഓരോ കളർ വരുന്ന വിധത്തിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരേ കളർ അടുത്തടുത്ത കള്ളികൾ വരാതെ വേണം പെയിൻറ്റ് ചെയ്തെടുക്കാൻ. ചിരട്ട മുഴുവൻ ഞാൻ അതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ആ മാർക്കറുമായിട്ട് വരച്ചതിൻ്റെ മീതെ കൂടെ ഇതുപോലെ ഒന്നും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആ ബ്ലാക്ക് കളർ ഒന്ന് ഹൈലൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അത് ഈ ചിരട്ടയുടെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഈ ചിരട്ടയുടെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അത് ഒട്ടിക്കേണ്ട മുന്നായിട്ട് ഞാനിതുപോലെ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ചിരട്ടയുടെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന വിധത്തിൽ അതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചിരട്ട വെച്ചിട്ടൊന്ന് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്രൗൺ കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഞാനിവിടെ കുറച്ച് മുന്തിരിയുടെ തണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനും ഞാനിതുപോലെ ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പെയിൻ്റൊക്കെ ഡ്രൈ ആയതിന് ശേഷം ഞാൻ നല്ല നീളമുള്ള ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് ഈ തെർമോക്കോൾ പീസിൻ്റെ മേലേക്ക് നമുക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ തെർമോക്കോൾ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ മുകളിൽ ഈ തെർമോക്കോൾ ബോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ തെർമോക്കോൾ ബോളൊക്കെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഞാൻ ഈ ചിരട്ടയുടെ പിടിയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ലേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 ആർട്ടിഫിഷ്യൽ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചിരട്ടയുടെ ഈ ഭാഗത്ത് നമ്മൾ പെയിൻ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ റെഡ് കളർ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ബൗ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഈ ചിരട്ടയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചിരട്ടയുടെ അടിയിലായിട്ട് നമ്മൾ ആദ്യം ഒരു അടപ്പ് ഒട്ടിച്ച് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാനത് റെഡ് കളർ ആയതുകൊണ്ട് പിന്നെ അതിന് പെയിൻ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചിരട്ട വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.